മാഡത്തിൻ്റെ അടുത്ത് ഇഷ്യൂസ്, അതായത് ബെഡ് ഷെയർ ചെയ്യുന്നത്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരേ കിടക്കയിൽ കിടക്കണം എന്നതിനെ കുറിച്ച് ഉള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ഇൻറ്ററാക്ഷൻ വരുമ്പോഴാണ് അവിടെ ഒരു സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ ടച്ചിലൂടെയും ഒക്കെയാണ് നമുക്കൊരു ഇഷ്ടം ഫീൽ ചെയ്യുന്നത്. ഇപ്പം കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ റൊമാൻറ്റിക് സ്റ്റേജ്, ആ സ്റ്റേജ് അങ്ങ് കുട്ടികളുണ്ടാവുന്ന സമയത്ത് തീരും. എന്നിട്ട് ഇവർ ചെയ്യുന്ന എന്താണ്, കുട്ടികൾ നടുക്ക് കിടക്കും, അച്ഛനും അമ്മയും അപ്പുറവും ഇപ്പുറവും കിടക്കും. ഫിസിക്കൽ റിലേഷൻഷിപ്പ് അതോടുകൂടി ഇല്ലാതെ ആവും. പിന്നെ പതുക്കെ ഇവർ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം ഇവർ വേറെ റൂമിൽ കിടക്കാൻ തുടങ്ങും. ചിലപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ഒരു ആരംഭത്തിൻ്റെതായിട്ടോ ഒക്കെ ആയിട്ടും അങ്ങോട്ടേക്ക് മാറിക്കിടക്കും. പിന്നെ ഈ സ്ട്രെസ്സ് കാരണം തന്നെ പലപ്പോഴും എറക്റ്റൈൽ ഇഷ്യൂസ് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു പുരുഷന്മാരുടെ ഇടയിൽ. അപ്പം സ്വാഭാവികമായിട്ട് ഈ സെക്സ് ചെയ്യാനുള്ള ഒരു പെർഫോമൻസ് ആൻസൈറ്റി ഉണ്ടാവുന്നു. അപ്പോൾ ആദ്യം ഒന്ന് സെക്സിലേക്ക് ശ്രമിക്കുന്നു, അപ്പോൾ ഒരു പെർഫോമൻസ് ആൻസൈറ്റി കൊണ്ട് സാധിക്കാതെ വരപ്പം തന്നെ പുരുഷൻ തകർന്നു അവിടെ. അല്ലാതെ വേറെ എന്തുകൊണ്ടാണെന്നുള്ളതിനെ അന്വേഷിക്കുന്നതൊക്കെ പിന്നെയുള്ള ഘട്ടമാണ്. അപ്പോൾ ഇവർ മാറിക്കിടക്കാൻ തുടങ്ങുന്നു അവിടെ. അതോടുകൂടി അപ്പോൾ വൈഫ് വിചാരിക്കുന്ന എന്താണ്, ഇദ്ദേഹത്തിന് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഫിസിക്കലി വരാത്തത് എന്നാണ്. പക്ഷെ കാരണം വേറെയാണ്. അതിന് കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമല്ലേ മാം? തീർച്ചയായിട്ടും. പക്ഷേ പുരുഷന്മാർക്ക് അത് പുറത്ത് പറയാൻ നാണക്കേടാണ്. ഇന്നും ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട് എന്ന് പറയണത് അവർക്ക് എന്തോ ഒരു അഭിമാനക്കുറവ് പോലെയാണ് ഇന്നും ഈ കാലഘട്ടത്തിലും ഉള്ളത്. അവർ രഹസ്യമായിട്ട് പോയി അൺഎത്തിക്കലായിട്ടുള്ള മരുന്നുകളൊക്കെ മേടിച്ച് കഴിക്കും. പക്ഷെ അതിനു മുമ്പ് അവർ വൈഫുമായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും. കാര്യം പൊതുവിൽ നമ്മുടെ സെക്ഷൽ അവയർനെസ് കുറവാണ് ആൾക്കാർക്ക്. ഓക്കെ, സെക്ഷൽ ലൈഫ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മനസ്സിലാക്കണം. നമുക്ക് ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് സെക്ഷലി അൺഹെൽത്തി ആയി പോകും, അല്ലെങ്കിൽ നമുക്ക് സെക്സ് പറ്റില്ല ഹോർമോണിൻ്റെ കാര്യങ്ങൾ കൊണ്ടും അതുപോലെ ലൈഫിൻ്റെ സ്ട്രെസ് ഫാക്ടേഴ്സ് കൊണ്ടും ചില മെഡിക്കേഷൻസ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ ചിലപ്പോൾ സെക്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവാം. അത് നമ്മളെ പാർട്ണറുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് വിചാരിക്കും, അവർ വിചാരിക്കുന്നത് തന്നോട് സ്നേഹമില്ലെന്നായിരിക്കും. നല്ല ജോലി തിരക്കുള്ള വൈഫ് ഏത് സമയം കുട്ടിയുടെ പഠിത്തത്തെക്കുറിച്ചാണ് അവർക്ക് ഉൾക്കണ്ട. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും തനിക്ക് പറ്റാത്ത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വൈഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതാണ്. രാവിലെ എണീക്കുക, കുട്ടിയുടെ കൂടെ ഇങ്ങനെ ഹെലികോപ്റ്റർ നടക്കും പോലെ ചുറ്റിക്കറങ്ങി നടക്കുക എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് ഹസ്ബൻഡ് റൊമാൻസായിട്ട് അങ്ങോട്ട് ചെന്നാൽ വൈഫ് സമ്മതിക്കില്ല സെക്സിനെ. അപ്പോൾ എന്ത് പറ്റും, ഇവർ രണ്ടുപേരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ കോടതി വരാന്തയിൽ വരെ കാര്യങ്ങൾ ചെന്ന് എത്തുന്നത്. സെക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മുന്നോട്ട് നീങ്ങണമെന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏജൊക്കെ ആവുന്ന സമയത്ത് പുരുഷന്മാർക്കും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവാം. അത് ഇവരെ വൈഫിനെ സ്നേഹിക്കാത്തതുകൊണ്ടൊന്നുമല്ല, അത് നമ്മളെ. പക്ഷെ അതിന് വേണ്ടത് രണ്ടുപേരും അറ്റ്ലീസ്റ്റ് 1 day ഒരു 2 hours എങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് മാമിൻ്റെ അഭിപ്രായം? നമ്മൾ കപ്പിൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷേ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും വീട്ടിൽ സാധനങ്ങൾ മേടിക്കുന്നതിനെക്കുറിച്ച്, കുട്ടികളുടെ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ ഇവിടെ ചേർക്കണം അതിനെക്കുറിച്ച്. അതൊന്നും പറ്റിയില്ലെങ്കിൽ ഐദർ ഏതെങ്കിലും പേരൻസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം എൻ്റെ അമ്മയെ നീ ചീത്ത വിളിക്കുന്നു, അമ്മ വീട്ടിൽ വന്നിട്ട് നീ മിണ്ടിയില്ല, എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നിട്ട് നീ ചായ വേണമെന്ന് ചോദിച്ചില്ല, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെ അവിടെ നടക്കുന്നുള്ളൂ. അതല്ലാതെ ഒരു സന്തോഷകരമായ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു 45-50 വയസ്സോടെ എത്തുമ്പം പരസ്പരം ശാരീരിക ബന്ധവും കുറഞ്ഞു വരും, എല്ലാം കുറഞ്ഞു വരുമ്പം യാത്ര പോകുന്നതിനെ കുറിച്ച് എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? യാത്രകൾ എപ്പോഴും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു പ്രായം കൂടുന്ന സമയത്ത് ചിലപ്പം നമ്മളെ പാർട്ട്നേഴ്സിന് വൈകായിക ഉണ്ടാവാം. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും പോലെ നമുക്ക് യാത്രകൾക്ക് കൂടെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇറങ്ങി നടക്കാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളാവാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് സാധിക്കാത്ത ഒരു കാര്യം നമുക്ക് ചെറിയ ചെറിയ യാത്രകളിലേക്ക് ഒതുക്കാൻ പറ്റുള്ളൂ. മറ്റു രീതിയിലാണെങ്കിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള കപ്പിൾസ് ആണെങ്കിൽ മാത്രമേ യാത്ര എൻജോയ്മെൻ്റ് ആവുള്ളൂ. അതല്ലാതെ ഫ്ലൈറ്റിൽ കയറാൻ ആൻസൈറ്റി ഉള്ള വൈഫും
യാത്രയ്ക്ക് താല്പര്യമുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ എങ്ങനെ പുറത്തു പോകും? അപ്പോൾ ഇത് ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. യാത്രകൾ നമ്മൾ കുട്ടിക്കായാലും ടീനേജ് ആയാലും നമ്മളെ അഡൾട്ടിലായാലും പിന്നെ ഓൾഡ് ഏജിലായാലും സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ യാത്ര ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയം മൊത്തം വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് നാത്തൂൻ എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നില്ല, ആ പ്രശ്നവും വെച്ചുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് ചിലപ്പം പറയാം ഇപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ അവളെ വിളിച്ചില്ലല്ലോ നമ്മളിവിടെ എത്തിയിട്ട്, അതെന്തിനാ പറയണത്, അന്ന് എനിക്ക് കല്യാണത്തിന് സാരി ഉടുപ്പിച്ച് തന്നില്ലല്ലോ എന്നുള്ള ഇങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഈ കപ്പിൾസ് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും യാത്രകൾക്ക് സന്തോഷം കിട്ടുന്നത്. ആക്ച്വലി മാം, ഈ പറയുന്ന സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ രണ്ടുപേരും രണ്ട് കട്ടിൽ നിൽക്കുന്നത്, അതായത് മെൻ ആർ ഫ്രം മാസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ്, ആൻഡ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്ന ലോകവും ഡിഫറെൻ്റ് ആണ്. അപ്പം ഇത് തമ്മിൽ, അതായത് ഇവർ തമ്മിൽ ചിന്തിക്കുന്ന ഈ കാരണങ്ങളുടെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അതൊരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഇവരുടെ ചിന്താഗതികളുടെ ഒരു പ്രശ്നമായി കൂടെ? തീർച്ചയായിട്ടും നമ്മളെ ചിന്താഗതിയല്ല, ഒരാൾ വളർന്നു വരുന്ന സാഹചര്യം അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പം ഒരു വൈഫിനെ സംബന്ധിച്ചിടത്തോളം വൈഫിന് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇഷ്ടമായിരിക്കാം. ഹസ്ബൻഡിനാണെങ്കിൽ 2-3 ഷർട്ട് മതി അദ്ദേഹത്തിന് 10 വർഷം മുന്നോട്ട് പോകാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈഫിന് സാരി വേണമെന്ന് പറയുക, അല്ലെങ്കിൽ വൈഫ്, എനിക്ക് ഇന്നും അറിയാം പല ഗവൺമെൻറ് ജീവനക്കാരും വിവാഹം കഴിഞ്ഞിട്ട് റിട്ടയർഡ് ആവുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ കിട്ടുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് മൊത്തം ഹസ്ബൻഡിനെ ഏൽപ്പിക്കുക, എന്നിട്ട് ആ പെൻഷൻ്റെ ATM കാർഡെല്ലാം അവിടെ അങ്ങ് കൊടുക്കും. സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് മേടിക്കണമെങ്കിൽ വീണ്ടും ചെന്ന് കൈ നീട്ടുന്ന സ്ത്രീകൾ അത് എൻജോയ് ചെയ്യുന്നു. അത് ഹസ്ബൻഡിനെ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നത് സ്ത്രീകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ കാണുന്ന മറ്റൊരു പ്രശ്നം, ഹസ്ബൻഡ് ഈഗോ ഇല്ലാതെ കൊടുക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ മാം, അതായത് ഇപ്പം പുരുഷൻ ചോദിച്ചിട്ടായിരിക്കില്ല സ്ത്രീ ഇത് കൊണ്ട് കൊടുക്കുന്നത്, പുരുഷന്റെ ആവശ്യപ്രകാരവും ഒന്നും ആയിരിക്കില്ല. സ്ത്രീക്ക് തോന്നുകയാണ് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും അതേപോലെ സ്ത്രീകളും ഉണ്ട് ഈ സമൂഹത്തിൽ. ഇതിനുശേഷം ഇതൊരു ഡിവോഴ്സിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ഡിവോഴ്സിന് ഇതൊരു ഗ്രൗണ്ട് ആവുമോ? എൻ്റെ എല്ലാ കാശും അയാൾ എടുത്തുകൊണ്ട് പോയി, എൻ്റെ ഫുൾ കാശും അയാളുടെ കയ്യിലാണ് എന്ന രീതിക്ക് ഇതിനെ ഡിവോഴ്സ് ഗ്രൗണ്ട് ആക്കി മാറ്റാറുണ്ടോ? ഡിവോഴ്സ് ഗ്രൗണ്ട് ആക്കി മാറ്റാറുണ്ട്. പക്ഷേ കൃപ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നമ്മൾ എന്ത് കാശും നമ്മളുടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ കാശിനൊക്കെ എവിഡൻസ് വേണം, അല്ലാതെ വെറുതെ അങ്ങ് വേഗമായിട്ട് പറഞ്ഞാൽ പോലെ. പക്ഷേ ഇപ്പം ഹൈക്കോടതിയിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു ഡിസിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ അതിൻ്റെ കണക്കിൻ്റെ കാര്യങ്ങളൊന്നും അല്ല, അത് എല്ലാത്തിനും കണക്ക് വെക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ്, ഒരു ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നിയമത്തിലോട്ട് പോകണ്ട, പക്ഷേ എവിഡൻസ് വേണം. അതായത് ഒരു കാശ് ഭർത്താവിന് സ്നേഹത്തോടെ കൊടുത്തതായിരിക്കാം, പക്ഷെ ഭർത്താവ് അല്ലാതെ തന്നെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതും അക്കൗണ്ടിലൊക്കെ ഉള്ള കാശ് എവിഡൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു നൽകണം എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രശ്നം, ഇതിൻ്റെ ഇടയിൽ വളരുന്ന കുറേ ആൺകുട്ടികളുണ്ട്. അമ്മ കൊണ്ടുപോയി പെൻഷൻ പറ്റിയ ക്യാഷ് കൊണ്ടുവന്ന് അച്ഛനെല്ലാം ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അമ്മ ജോലി ചെയ്യുന്ന സമ്പാദ്യം അതിൽ നിന്ന് ബസ് കൂലി ചോദിക്കുന്നു, അതിൽ നിന്ന് അച്ഛനെടുത്ത് കൊടുക്കുന്നു. അങ്ങനെ ശീലിച്ച് കണ്ടു വളർന്ന കുറച്ച് ആൺകുട്ടികൾ ഇതേ കൺസെപ്റ്റിൽ അവർ ജീവിക്കും. അവരൊരു മാരേജിലേക്ക് പോണ സമയത്ത് ഇതേപോലെയൊക്കെ ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ മാറി അവരെന്ത് ചെയ്യും? അതിനൊന്നും അവരൊക്കെ ആപ്ന ഇന്ന് നീ ദോശ ചുടുമെങ്കിൽ നാളെ നീ ഇഡ്ഡലി ഉണ്ടാക്കണം. പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ ആവശ്യം ആണ് ഇവിടെയാണ് സഹായിക്കുന്നത്. കാര്യം പെൺകുട്ടിക്ക് പെൺകുട്ടിയുടേതായ വ്യക്തമായ തീരുമാനങ്ങളും ആൺകുട്ടിക്ക് എന്താണോ തീരുമാനങ്ങൾ, അവരുടെ ഇൻഡിപെൻഡന്റ് വരുമാനത്തിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8 മാസം ഗ്യാപ്പ് വെച്ചിട്ട് വേണം മാരേജ് നടത്തേണ്ടത്. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 8 മാസത്തെ ഒരു ഗ്യാപ്പ് വെച്ച് നടത്തിയാൽ കുറേ പ്രശ്നങ്ങൾ, കാര്യം അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പം അവരുടെ കാശിനെ കുറിച്ചും ഒക്കെ ഡിസ്കഷൻ വരും. മനസ്സിലായില്ലേ മാം? അപ്പം അതിനൊരു ഒപ്പീനിയൻ ഓഫ് ഡിഫറൻസ് വരാതെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാരൻസ് കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാതെ അവരവരുടെ പ്രശ്നങ്ങൾ അവരവരെ സോർട്ട് ഔട്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് മാമിൻ്റെ അഭിപ്രായം എന്താണ്? അത് ഇപ്പം കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ,
ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം അവനവന് തന്നെ സംസാരിച്ച് തീർക്കട്ടെ, അല്ലെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യട്ടെ എന്ന്. അപ്പം പ്രശ്നം വേണ്ടത് ഇവർ പുറത്ത് പറയുന്നില്ല. പുറത്ത് പറയാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂയിസൈഡൽ ഇഷ്യൂസോ അതിലേക്കൊക്കെ എത്താനായിട്ടുള്ള സാധ്യതകൾ ഇതിൽ കാണുന്നുണ്ട്. കാര്യം പുറത്ത് പറയാതെ ഇരുന്നിട്ട് ഒരു സമയത്ത് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് കടത്തിലാവുക, എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു ദിവസം അങ്ങ് സൂയിസൈഡ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നം കുടുംബത്തിൽ ഡിസ്കസ് ചെയ്ത് തന്നെ നമ്മള് അല്ല, അത് ഒരു പാരന്റ്സിന്റെ മെച്ചൂരിറ്റി ലെവൽ പോലെ ഇരിക്കും. അതെ, ഓക്കെ. ഭയങ്കരമായിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ തൻ്റെ മകൾക്ക് 45 വയസ്സായാലും മകൾ എന്നോടൊപ്പം തന്നെ നിൽക്കണം എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കും. അല്ലെങ്കിൽ ഒരു കൊച്ചുമക്കളുള്ളവര് അവർക്ക് ഈ കുട്ടികളുടെ അടുത്ത് അമിതമായ സ്നേഹമാണ്. അപ്പൊ എന്ത് പറ്റും, ഹസ്ബൻഡുമായിട്ട് ഈ മകള് പോയി താമസിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മാനസികമായിട്ട്. ഈ കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ലാളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യും, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. ഇവർ ഒന്നിച്ച് ജീവിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പാരൻസിന്റെ മെച്ചൂരിറ്റി ലെവൽ അനുസരിച്ചിരിക്കും ഇതിലുള്ള എല്ലാ കാര്യങ്ങളും. എല്ലാ വ്യക്തികളും ഡിഫറെൻ്റ് ആണല്ലോ. ചില പാരൻസ് നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് വിചാരിക്കും, ചില പാരൻസ് അതിന് സമ്മതിക്കില്ല. നേരത്തെ കൃപ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് ഹസ്ബൻഡിന്റെ കയ്യിൽ വൈഫ് കൊണ്ട് കാശ് കൊടുത്തിട്ട് പിന്നെ അവസാനം അതൊരു ഡിവോഴ്സിന് ഒരു ഗ്രൗണ്ടാക്കി എടുക്കാൻ വന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം കുറെ മെച്ചൂർഡാണ്. അവര് ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കാശ് അവർ സൂക്ഷിക്കുന്നു, പുരുഷന്മാര് അവരുടെ കാശ് അവർ സൂക്ഷിക്കുന്നു. പക്ഷെ ഏറ്റവും ക്ലെവർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ, പെൺകുട്ടിയുടെ കാശ് പെൺകുട്ടി സൂക്ഷിക്കുക, ആൺകുട്ടിയുടെ കാശ് സൂക്ഷിക്കുക. രണ്ടുപേർക്കും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമാണ്. ഇനി ഏതൊരു റിലേഷനും പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവശ്യമാണ്. അതിനെക്കാട്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവശ്യമാണ്, പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നല്ല മ്യൂച്വൽ ട്രസ്റ്റ് വേണം. ഓക്കെ. ഇപ്പം ഞാൻ ചില കേസുകളിൽ കണ്ടിട്ടുണ്ട്, ഇപ്പം ഹസ്ബൻഡ് എന്ത് ചെയ്യും, വൈഫ് അറിയാതെ തന്നെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരെ സഹായിക്കാറുണ്ട്. കാര്യം വൈഫ് ആദ്യമേ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിട്ട് എതിർത്ത് നിൽക്കുന്ന ആൾക്കാരാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം വൈഫ് അറിയാതെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യും. അപ്പോൾ അവിടെ ട്രസ്റ്റ് പോകും. ഒരു ദിവസം ഈ ബന്ധുക്കൾ തന്നെ പറയും, എനിക്ക് എൻ്റെ സഹോദരൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ള. അപ്പോൾ അവിടെ പല ഇഷ്യൂസ് ഉണ്ടാവാം. തിരിച്ചിവിടെയാണെങ്കിലോ വൈഫ് അനാവശ്യമായിട്ട് അൺനെസസറി ചുമ്മാ പോയി എന്തെങ്കിലുമൊക്കെ കുലുമാലുകൾ ഒപ്പിച്ചു വയ്ക്കും. അങ്ങനെ ഇവിടെ ഇത് പോവാം. ഇതിൽ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ഫേസ് ഞാൻ കാണുന്നത്, ഒരു ഏജ് ആവുന്ന സമയത്ത് ഇപ്പം ഹസ്ബൻഡോ വൈഫോ ഒക്കെ ഈവൻ അവർ ഫൈനാൻഷ്യലി നല്ല സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്കും ഏജ് അനുസരിച്ച് നമ്മളെ ബ്രെയിനിലും ചേഞ്ചസ് വരികയാണ്. ഹസ്ബൻഡ് സമ്മതിക്കില്ല വൈഫിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. കാര്യം ക്യാഷ് പോവും. ക്യാഷിനോട് ഭയങ്കരമായിട്ട് അമിതമായിട്ട് പിശുക്ക് കാണിക്കുന്ന ആൾക്കാർ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കില്ല. അപ്പോൾ അവിടെയാണ് നമുക്കൊരു ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും വേണം. അല്ലാതെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റും ഒക്കെ ആവേണ്ടത് അങ്ങനെയാണ്. ഓക്കെ.